എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പ്രിയ ആൻ്റണി വ്ളോഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ വാഗമൺ സ്റ്റേ എല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മളെല്ലാം വ്യൂ പോയിൻറ്റ്സ് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. പൈൻ ഫോറസ്റ്റ്, തങ്കൾപ്പാറ, അതുപോലെ തന്നെ മൊട്ടമേട്, മെഡോസ്, ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോണേ. ഗൈസ്, ഇതാണ് പൈൻ ഫോറസ്റ്റ്. കുറച്ച് ഉള്ളിലേക്ക് നടക്കാനുണ്ട്, ഒരു 1/2 കിലോമീറ്റർ ഇല്ല അല്ലേ? വാഗമണ് പെട്രോൾ പമ്പുകൾ കുറവാണ്. അപ്പോൾ അതിനാൽ തന്നെ എല്ലാവരും ഇവിടേക്ക് വരികയാണെങ്കിൽ പെട്രോളൊക്കെ ഒന്ന് അധികം അടിച്ചിട്ട് വരാനാണ് നല്ലത്. ഇവിടേക്ക് വരുമ്പോഴുള്ള കാർ പാർക്കിംഗ് ആണ്. കാർ പാർക്കിങ്ങിന് ടിക്കറ്റ് 30 രൂപ കാറിന്. ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് വേണം ഈ മല കയറാൻ. തങ്കൾപ്പാറ മാത്തൂരിനെ പിടിച്ച് കയറുന്നാണ് പറയണേ. ഈ പറച്ചിലുള്ള ലാസ്റ്റ് ഞാൻ എടുക്കേണ്ടി വരും തങ്കൾപ്പാറ. ആ അതെ, ജിംനേഷ്യം പറഞ്ഞ ഇപ്പൊ ജിമ്മിന് മുകളിൽ ഒന്നുമില്ല. 1-2 കോട്ടേജുകളുണ്ട്, കണ്ട നല്ല റിസോർട്ടുകളുടെ അടുത്തുണ്ട്. ഞാൻ കയറാം. ഇങ്ങനെ കയറിനെ പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നടക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. വേണ്ട പ്രിയ, എന്തെങ്കിലും പറയണ്ട? നമ്മള് യഥാർത്ഥ കാര്യങ്ങൾ പറയുള്ളൂ, വെറുതെ ഹെലിക്കാൻ പോയിട്ട് ആ ഭംഗി മാത്രം സത്യാവസ്ഥ പറയണല്ലോ. പക്ഷേ വ്യൂ അടിപൊളിയാട്ടാ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഓരോ കുന്നും കയറുമ്പോഴും അവിടെ നിന്ന് കാണുന്ന വ്യൂ ഇല്ലേ, അതിമനോഹര. എന്താ പറയുക, നല്ല തണവുണ്ട്. കാറ്റുണ്ടോ പ്രിയ? നല്ലുണ്ട്, പക്ഷെ വയ്യാത്ത പോലെ. കണ്ണാട വെച്ചോ? സ്ലിപ്പറിയ. ഇത്ര നേരം അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി കൊച്ചിനെ വെച്ച് കയറില് ഫ്രീ ഇരിക്കുന്നുണ്ട്. എന്താ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പോയിട്ട് വരാമെന്ന് വിചാരിക്കുക. കയറാം. കയറി പോണണ്ട, ഫുള്ള് കയറിയല്ലേ? കയറി. ആ, അപ്പം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കയറുന്നുണ്ട്. മലയും താണ്ടി കാടും താണ്ടി പോവാണ് ഗൈസ്. നമ്മുടെ ഈ പ്രായത്തിലൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഒരിക്കലും കയറാൻ പറ്റില്ല. കാണുന്നതാണ് തങ്കൾപ്പാറ. തങ്കൾപ്പാറ കണ്ട. അപ്പോൾ ഇവിടെയാണ് തങ്കളിനെ കബറടക്കം ചെയ്തിട്ടുള്ള സ്ഥലം. അത് മതി. താങ്ക് യു.
ഇത് പായസമാണ് അവിടേക്ക് പായസം മാതൃ പായസം വേണ പായസം ആ തൊപ്പിട്ട് അവിടെ ഫരീദുദ്ദീൻ ഒലിയുള്ളാഹി എന്ന് പറയുന്ന ഒരാളവിടെ അടക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങോട്ട് പോയി പായസം കിട്ടി എന്നാണ് ചരിത്രം പറയുന്നത്. തങ്ങൾപ്പാറ എന്ന നിലയിൽ അറിയപ്പെടുന്നത്. അവിടെ കബറും ചെയ്തിട്ടുണ്ട്. അതെ, കബറുണ്ട്. അവിടെ അടങ്ങി എന്നാണ് പറയുന്നത്. ചരിത്രം പല രൂപത്തിലുണ്ട്. പിന്നെ ഇദ്ദേഹം 3-4 സ്ഥലത്ത് അടങ്ങിയിട്ടുണ്ടെന്നും പറയും. ഇവിടെയും ഉണ്ട് കബർ. കാഞ്ഞിര മുറ്റത്തും ഈ ഇദ്ദേഹത്തിന്റെ കബറാണ് പറയുന്നു. അങ്ങനെ പല രൂപത്തിൽ പറയുന്നു. എന്തായിരുന്നാലും അറേബ്യയാണ്. എന്തായിരുന്ന വലിയൊരു കറാമത്തുള്ള ആളാണ്. അവിടെ എന്നും അവിടെ ആൾക്കാരുണ്ടാവില്ലേ? ആളുണ്ടായിരിക്കും. ഞങ്ങളുടെ തൃശ്ശൂര്. ശരി, അങ്ങനെയാണ് ചരിത്രം. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ടിക്കറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ പോവാനായിട്ട് മുട്ടക്കുന്ന് വരുന്നത് 25 രൂപ അല്ലേട്ടാ? രണ്ടുപേര്. യെസ്. ഓക്കെ. ആൾക്കാര് പോണണ്ട. ആൾക്കാര് തങ്കൾപ്പാറ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മുട്ടക്കുന്നൊക്കെ ഈസിയാണ് കയറാനായിട്ട്. അത്രയ്ക്കും ലാഘവത്തിൽ കയറാം. ബുദ്ധിമുട്ടില്ലേ? തങ്കൾപ്പാറ കയറിയുണ്ട്. പക്ഷെ ഞാൻ കയറി. അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. അവിടെ തങ്കൾപ്പാറ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ്. അങ്ങോട്ട് പോണെങ്കിൽ ഇറങ്ങിയിട്ട് പോണം മാത്തോ. മാത്തു എന്തിനാ കരയണ? എന്നിട്ട് വേണ്ടേ കരയണെന്തിനാ പറ. എന്നിട്ട് കരയണെന്ന് പറ. വിശക്കണ്ട. അറിയണ്ട. പട്ട മേടിക്കാട്ടാ. പട്ട കഴിച്ച വേണ്ട. നമുക്ക് മേടിക്കാം. ഓക്കെ. മാത്തൂസിനെ ഇപ്പൊ കൊറേ യാത്ര ചെയ്തിട്ട് മതിയായി. കരച്ചിലാ. ഉറക്കം വരുന്നുണ്ട്. എന്നാ ഉറങ്ങണൂല. ആ ഒരു ഛർദി കഴിഞ്ഞുള്ളൂ ആളുടെ. എന്താ മാത്തൂസേ? പാല കൊറേ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഛർദിക്കും. അതല്ലേ അമ്മ ഇപ്പൊ പാല് തന്നല്ലോ. ബൈക്ക് പോണ നോക്കിയിരിക്കുക. എന്നിട്ട് മാത്ത ബൈക്കാ മാത്ത എന്നിട്ട് വേണ്ടേ? പാപ്പി തരാൻട്ടാ. അമ്മതെ പിന്നില് പാപ്പി എടുക്കാൻ പോയിട്ടാ മാറ്റിന്. ഞങ്ങള് ഇനി മടങ്ങാണ് തൃശ്ശൂർക്ക്. അപ്പൊ ഇന്ന് ഞങ്ങള് എറണാകുളത്ത് നിന്നാണ് വന്നത്, എടപ്പള്ളിന്ന്. ഇനി നേരെ തിരിച്ച് തൃശ്ശൂർക്കാ. നമുക്ക് വീട്ടിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യമുള്ളതായിരുന്നേ. അപ്പോൾ വാഗമൺ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം പ്രിയ ആൻ്റണി വ്ളോഗ്.